Hello students, good morning to all. Today our subject is Management Accounting. This is your 5th sem subject as per the syllabus of Calicut University. We are facing a critical situation that is COVID-19. So, എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റാണ്. 5th sem സിലബസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തുകൊണ്ട് വീഡിയോയോട് കൂടെ ഞാൻ നിങ്ങൾക്ക് സിലബസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, let's start with the introduction of accounting for management. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് അതിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്നത്. ഓക്കെ, സോ ഹിയർ മാനേജ്മെൻറ്റ് ഈസ് ദ എസെൻഷ്യൽ, ദാറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദി എവറി ബിസിനസ്. ക്ലിയർ? എല്ലാ ബിസിനസ്സിനും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബാക്ക് ബോൺ. മാനേജ്മെൻ്റ് ആണ് ഡിസിഷൻസ് എടുക്കുന്നത്, മാനേജ്മെൻ്റ് ആണ് ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നത്. സോ ഹിയർ ഞാൻ പറയുന്നു മാനേജ്മെൻറ്റ് ഈസ് ദ ബാക്ക് ബോൺ, അല്ലേ? നമ്മൾ ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ദി ബിസിനസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ബാക്ക് ബോൺ ആണ്. കാരണം ഡിസിഷൻസ് എടുക്കുന്നത് മാനേജ്മെൻ്റ് ആണ്. ക്ലിയർ? Here, financial accounting and cost accounting. Financial accounting and cost accounting, they provide the relevant information, required information for taking the decisions. Okay, ഒരു മാനേജ്മെൻറ്റിന് അവരുടെ ഡിസിഷൻസ് എടുക്കാനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് ഒരു പരിധി വരെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങുമാണ്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി സോൾവിങ് ദി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ, ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് റിലേറ്റഡ് ടു ദി പ്രോബ്ലംസ് ഓഫ് കോസ്റ്റ്. കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഏരിയാസിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ വരുന്ന ഫിനാൻസിൽ വരുന്ന ഹൗ ടു ഐഡൻറ്റിഫൈ ദി സോഴ്സ്, ഹൗ ടു യൂട്ടിലൈസ് ദി ഫണ്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ക്ലിയർ? So here financial accounting and cost accounting that are fail to provide the relevant information to the management. Managementil financial accounting cost accounting എന്ന് പറയുന്ന രണ്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് ഏരിയാസ് മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാൻ മാത്രമുള്ള റെലവൻറ്റ് ഇൻഫോർമേഷൻ കൊടുക്കുന്നതിൽ ഒരു പരിധി വരെ അവർക്ക് സഹായമായിട്ടുള്ളൂ. സോ ദേ ആർ ഫെയിൽസ് ടു പ്രൊവൈഡ് ദ റിലവൻറ്റ് ഇൻഫോർമേഷൻ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് ഫെയിലായി വരുന്ന ടൈമിലാണ് ദർ ഇസ് എ ന്യൂ സബ്ജക്റ്റ്, ഒരു പുതിയ സബ്ജക്റ്റ് വരുന്നത്. സോ ദ ലിമിറ്റേഷൻസ് ഓഫ് ടു സബ്ജക്റ്റ്, ദറ്റ് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് have led to a development of the new subject. ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് അത് രൂപം കൊള്ളാണ്. ദാറ്റ് ഇസ് എ ന്യൂ സബ്ജക്റ്റ് ഈസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ദാറ്റ് ഈസ് എ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിനെ ക്വാണ്ടിറ്റേറ്റീവ് രൂപത്തിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ? ഇതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു വരുന്ന വഴി. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും ഒരു ലിമിറ്റേഷൻസിൽ നിന്നാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പുതിയ ന്യൂ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നൗ we discuss the two topics, that is the meaning and definition of management accounting, and second one features or characteristics of management accounting. നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളതും അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ, ആൻഡ് ഓൾസോ ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഈ രണ്ട് ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Let's start with the meaning of management accounting. Here, management accounting, that means is a system of accounting which helps the management to take the decisions or in carrying out the functions in more effectively. Clear? Management accounting in the parayunathu, that is system of accounting. And what do you mean the system of accounting? Accounting that is related to collection,
okay, processing the data and presenting the data to the public. Publicന് അതല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് നമ്മൾ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. സോ ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ലൈക്ക് ദാറ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സിസ്റ്റത്തിലൂടെ തന്നെ പോകുന്നതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ദർ ഇസ് എ ഓർഗനൈസ്ഡ് സിസ്റ്റം, ഒരു സിസ്റ്റം തന്നെയുണ്ട്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ സമ്മറൈസ് ചെയ്ത് അത് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നു മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ. ഈ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ദിസ് ഇസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ദാറ്റ് മീൻസ് ദ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ കിട്ടിയ ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, സമ്മറൈസ് ചെയ്ത് വെക്കുന്നു. ആൻഡ് അതേപോലെ തന്നെ സമ്മറൈസ് ചെയ്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ദെൻ ക്ലാസിഫൈ ചെയ്യുന്നു, ദെൻ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, പ്രസന്റ് ചെയ്യുന്നു. ക്ലിയർ? സോ നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നിൽക്കുന്നത്. സോ ആ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ക്ലിയർ? അക്കൗണ്ടിങ് എന്ന് പറയുന്ന ദാറ്റ് മെത്തേഡ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് ദി ഡിസിഷൻ. ആരാണ് ഡിസിഷൻസ് എടുക്കുന്നത്? മാനേജ്മെന്റ് ആണ് ഡിസിഷൻസ് എടുക്കുന്നത്. സോ മാനേജ്മെന്റിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമ്മളൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലൂടെ ഡാറ്റയെ കളക്ട് ചെയ്ത് ക്വാണ്ടിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. According to report of Anglo-American Council of Productivity, defined as management accounting is the presentation of accounting information for creating the policies for the future and also that is used for the day-to-day operation. ആംഗ്ലോ അമേരിക്കൻ പ്രൊഡക്ടിവിറ്റി കൗൺസിലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെഫിനേഷനിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്രസൻറ്റിംഗ് ദി ഡാറ്റ. നമ്മൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന്, അത് അവരൊക്കെ ആവാം, കമ്പനിയുടെ മാനേജ്മെൻറ്റ് ആവാം, കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവാം. ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കമ്പനിയുടെ മാനേജ്മെൻറ്റ്, ദെൻ ബോറോവേഴ്സ് ഉണ്ടായിരിക്കാം, അതേപോലെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കാം, ദെൻ അതേപോലെ പബ്ലിക്, അല്ലേ? സോ ഇവിടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യാണ്? ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാണ്. ഹിയർ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത് മാനേജ്മെൻറ്റിനാണ്. Clear? So, general case management accounting that is used for presenting the data to the management. Managementനാണ് നമ്മൾ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്. എങ്ങനെയുള്ള ഇൻഫോർമേഷൻ? ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് നമ്മൾ മാനേജ്മെൻറ്റിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്? ഫോർ ക്രിയേറ്റിംഗ് ന്യൂ പോളിസീസ് ഫോർ ദി ഫ്യൂച്ചറിൽ നമ്മൾ പുതിയ പോളിസീസ്, ഇപ്പോഴത്തെ ലിമിറ്റേഷൻസ്, പ്രസൻറ്റിൽ വരുന്ന ലിമിറ്റേഷൻസിനെ ബേസ് ചെയ്ത് ഫ്യൂച്ചറിൽ നമ്മൾ കമ്പനി എങ്ങനെ മുന്നോട്ട് പോകണം അതിന് വേണ്ടിയിട്ട്, ആൻഡ് ഓൾസോ ഡേ ടു ഡേ ഓപ്പറേഷൻ, കമ്പനി ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ അക്കൗണ്ടിങ് ഫോർ ദി മാനേജ്മെൻറ്റ് that provide the information to the management and also എന്തിനു വേണ്ടിയിട്ട്, for what purpose, എന്താണ് അതിൻ്റെ ഉദ്ദേശം? for creating the policies for the future and day to day operation. Clear? ഇനി നമുക്ക് ഡെഫിനേഷൻ ബോർഡിലേക്ക് നോക്കാം. കറക്റ്റായിട്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു റിപ്പോർട്ട് ഓഫ് ആംഗ്ലോ അമേരിക്കൻ കൗൺസിൽ ഓഫ് പ്രൊഡക്ടിവിറ്റി, ഡിഫൈൻഡ് ആസ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഈസ് the presentation of accounting information. We present the data, we present the information, okay, in such a way as to assist the management. We assist the management or management take the decision with the help of accounts. Okay, ഈ അക്കൗണ്ട്സിന്റെ ബേസിലാണ് മാനേജ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നത്. To assist the management in the creation of പോളിസി, ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാവാം, ആൻഡ് ടേക്ക് ദ ഡിസിഷൻസ് റിലേറ്റഡ് ടു ഡേ ഓപ്പറേഷൻസ്. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, ഓരോ ദിവസത്തെയും ഓപ്പറേഷൻ എങ്ങനെയായിരിക്കണം, ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കണം എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുക. പ്രസന്റ് ചെയ്യുക, നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് മാനേജ്മെന്റിന് പ്രസന്റ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏരിയ, ഫീച്ചേഴ്സ്, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഹിയർ ദർ ഇസ് ഫസ്റ്റ് പോയിന്റ് ഈസ് provides accounting information. Clear?
The management accounting provides the information that is based on accounting information. Management accounting എന്ന് പറയുന്നത് information that is on the basis of accounts. അക്കൗണ്ട്സിന് ബേസിലുള്ള ഇൻഫോർമേഷൻസ് ആണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറിലുള്ള ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് അനദർ വൺ ഈസ് ഡിസിഷൻ മേക്കിംഗ്. ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. Clear? When we provide the accounting information to the management, it helps to the management for taking the decision. Okay, എപ്പോഴാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ടൈമിൽ ആ ഇൻഫോർമേഷൻ മാനേജ്മെന്റിന് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ? ദേ ടേക്ക് ദ ഡിസിഷൻസ് റിലേറ്റഡ് ടു ദ ക്രിയേഷൻ ഓഫ് പോളിസി ഓർ ദേ മേ ബി റിലേറ്റഡ് ടു ദി ഡേ ടു ഡേ ഓപ്പറേഷൻസ്. സ്റ്റഡീസ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. വാട്ട് ഡു മീൻ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്? ബാഡ് ഡെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഓൾസോ സ്റ്റഡി അബൌട്ട് ദി ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ഇൻ ദി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷനിൽ അതിലുള്ള ഫിഗേഴ്സിൻ്റെ റിലേഷനും അതിൽ റീസണും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇഫ് ദർ ഈസ് എനി ലോസ്, കമ്പനിയിൽ ഏതെങ്കിലും തരത്തിൽ ലോസ് വരുന്നുണ്ടെങ്കിൽ ദി ഐഡൻറ്റിഫൈ ദ റീസൺ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള റീസൺ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇവിടുത്തെ കോസ് എന്ന് പറയുന്നത് മേ ബി റീസൺ ഓർ റിലേഷൻ. റീസൺ ആൻഡ് റിലേഷൻ എന്നുള്ള മീനിങ്ങിലാണ്, എന്തിൻ്റെ ബേസിലാണ് അങ്ങനെ ഒരു റീസൺ വരാനുള്ള ചാൻസ് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ക്ലിയർ? ദെൻ അനദർ വൺ, it is related to quantitative and qualitative information. Satisfaction level of employees, that is related to productivity. Clear? കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ് എന്ത്, എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ. ഇഫ് increasing the satisfaction level of employees also increase the productivity. Clear? കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? ഈ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നതിൽ ഒരു ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ ആണ് മെൻറ്റൽ സാറ്റിസ്ഫാക്ഷനും കൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. സോ HR നമ്മൾ പഠിക്കുന്നു, ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ അതിനെ ബേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സാലറി ആവാം, അവരുടെ ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ അവരുടെ റിഫ്രഷ്മെൻറ്റ് കേസിലും അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഏതൊക്കെ ബേസിലാണോ അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. സോ ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷനും ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷനും ആര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ദേ പ്രൊവൈഡ് ദ മോർ ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ഓൾസോ റിലേറ്റഡ് ടു ദി ക്വാളിറ്റേറ്റീവ് ആൻഡ് ടേക്ക് ദ ഡിസിഷൻസ് ഇൻ ദി ഏരിയാസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ടേക്ക് ദ ഡിസിഷൻ ഇൻ ദി ഏരിയ ഓഫ് ക്വാളിറ്റേറ്റീവ്. മൾട്ടി ഡിസിപ്ലിനറി. വാട്ട് ഡു യു മീൻ മൾട്ടി ഡിസിപ്ലിനറി? ഒന്നിലധികം സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനറി. ക്ലിയർ? ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും ലിമിറ്റേഷനിൽ നിന്നാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, cost accounting, operation research, economics, accounting for future. We take the decisions or we analyzing the information that is used for the future. Company എടുക്കുന്ന ഇൻഫോർമേഷൻ, അതായത് കമ്പനിയുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എല്ലാം ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ഫ്യൂച്ചർ. കമ്പനിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫ്യൂച്ചറിൽ നമ്മൾ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? എന്തൊക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് തരം ഡാറ്റയാണ്, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഇൻഫോർമേഷൻ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമായിട്ടുള്ള ഇൻഫോർമേഷൻ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ദെൻ അതേപോലെ തന്നെ ഈ പറയുന്ന ഇൻഫോർമേഷൻ എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആയിട്ട് റിലേറ്റഡ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ആൻഡ് ഓൾസോ ദേ ഐഡൻറ്റിഫൈ ദി കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഓഫ് ദി ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഡിഫറെൻറ്റ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അക്കൗണ്ട്സിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഓരോ ഫിഗേഴ്സിനെയും ബാഡ് ഡെപ്റ്റ്സ് ആൻഡ് പ്രൊവിഷൻ ഈ രണ്ട് ടോപ്പിക്ക് തമ്മിൽ എങ്ങനെ റിലേറ്റഡ് ആണ്, വാട്ട് ഇസ് ദ റീസൺ എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദി എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റിൻ്റെയും കമ്പനിയുടെയും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഇതുവരെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മീനിങ് ഓഫ് മാനേജ്മെന്റ്,
ഡെഫിനേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ 3 ഏരിയാസാണ് നമ്മൾ കവർ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ, ഇപ്പോൾ പറഞ്ഞ ഏരിയയിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്കിടാം. പിന്നെ സിലബസ് ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ നോക്കാം. ഓക്കെ, താങ്ക് യു.